കഴിഞ്ഞ കുറച്ച് നാളുകളായി അമൃത സുരേഷും മുൻ ഭർത്താവും നടനുമായ ബാലയും തമ്മിലുള്ള വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും തനിക്ക് നേരെ ചില്ലുകുപ്പിയെറിഞ്ഞെന്നുമൊക്കെ ഇവരുടെ മകൾ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ വികാരഭരിതമായി ഒരു വീഡിയോയുമായി ബാല രംഗത്തെത്തിയിരുന്നു. അപ്പ വരില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു വീഡിയോ. ഫേസ്ബുക്കിലൂടെ ബാല വിതുമ്പുന്നത് കണ്ടതോടെ ഒരു കൂട്ടമാളുകൾ അമൃതയ്ക്കും മകൾക്കുമെതിരെ തിരിഞ്ഞു. അമൃത മകളെ ബ്രെയിൻ വാഷ് ചെയ്തതാണെന്നും അമ്മയുടെ മോൾ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈബർ ആക്രമണവും ഉണ്ടായി. സൈബർ അറ്റാക്ക് അതിരുവിട്ടതോടെ ബാലയ്ക്കൊപ്പമുള്ള ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ അമൃത പങ്കുവച്ചിരുന്നു. ബാല തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നെന്നും അത് ഡിവോഴ്സ് ചെയ്തതാണെന്നും വിവാഹ നിശ്ചയത്തിനു ശേഷമാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും അമൃത വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ബാലയുടെ വീട്ടിൽ ചോറ് തുപ്പിക്കിടുന്ന കാര്യവും മകളെപ്പോലും ഇതൊക്കെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ അവിടെ നിന്ന് പോരുകയായിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു. എലിസബത്ത് ബാലയുടെ മൂന്നാം ഭാര്യയാണെന്നുമൊക്കെ അമൃത വ്യക്തമാക്കി. ബാലയുടെ മുൻ ഡ്രൈവർ അടക്കം നിരവധി പേർ അമൃതയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. കൂടാതെ ബാല ഭാര്യയുടെ കിടപ്പ് രംഗം പകർത്തിയ ആളാണെന്നും പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് അമൃതയെയും എലിസബത്തിനെയും ബാല നിർബന്ധിച്ചെന്നൊക്കെ കഴിഞ്ഞ ദിവസം അമൃതയുടെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ സംഗീത സംവിധായകൻ ഗോപി സുന്ദറും അമൃതയ്ക്ക് പിന്തുണയുമായെത്തിയിരിക്കുകയാണ്. അമൃത കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഗോപി സുന്ദർ കമന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും മികച്ചതും ശക്തവുമാണ്. മുന്നോട്ട് പോകും ഒരമ്മയുടെ ശക്തി എന്നാണ് ഗോപി സുന്ദറിന്റെ കമന്റ്. നിരവധി പേരാണ് കമന്റ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. കോടതിയെയും നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ടാണ് താൻ 14 കൊല്ലം മിണ്ടാതിരുന്നതെന്നും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുമായിരുന്നു അമൃത സുരേഷിന്റെ കുറിപ്പ്. തന്റെയും തന്റെ മകളുടെയും തന്റെ കുടുംബത്തിന്റെയും നിവർത്തിക്കേടിനെ ചൂഷണം ചെയ്തു മർമ്മത്തിൽ കുത്തുന്ന പ്രസ്താവനകളെ കണ്ണും പൂട്ടി വിശ്വസിച്ചു സത്യത്തിലേക്കുള്ള പാതയെ വഴി തെറ്റിച്ചു വിടാതിരിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചിരുന്നു.